നെഞ്ചിൽ കുടിയേർക്കും എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 9 സിനിമകൾ ചെയ്തതിനു ശേഷം നിരനിരയായിട്ട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്നേക്കുന്ന ഒരു നടനാണ് നടൻ വിജയ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ അദ്ദേഹത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 4000 കോടി രൂപയിലും മേലെയാണ്. അതായത് തമിഴ് സിനിമയുടെ ബിസിനസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ് സിനിമയിലെ തന്നെ ഹയസ്റ്റ് ബിസിനസ് കൊടുത്തേക്കുന്ന ഒരു ആക്ടറാണ് തലപതി വിജയ് എന്ന് പറയുന്നത്. കരിയറിന്റെ ഇത്രയും വലിയ ഫേസിൽ നിൽക്കുന്ന ദി കിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, ഇത്രയും വലിയ ലെവലിൽ നിൽക്കുന്ന ഒരു ആക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുമെന്നൊരു കാര്യം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലോസ് സോഴ്സസ് പറയുന്നു ഇദ്ദേഹം പൊളിറ്റിക്സിലോട്ട് കയറിയാൽ പോലും സിനിമ നിർത്തില്ല എന്ന്. വാട്ട് ഇഫ് വിജയ് വിൻ 2026 ഇലക്ഷൻ? വിജയ് 2026 ഇലക്ഷൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം വെற்றி നേടാണെന്നുണ്ടെങ്കിൽ തമിഴ് വെற்றி കഴകം എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി അവിടെ ഫോം ആവുമോ? എന്താണ് ഇദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നുള്ളൊരു കാര്യമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോസുകളും കാര്യങ്ങളും ചെയ്തിരുന്നില്ല. ഇവിടെ ചാലക്കുടിയിൽ ഒരു ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കിലായിരുന്നു. നിങ്ങൾക്കറിയാം, എന്ത് സിറ്റുവേഷൻ വന്നേക്കുന്ന സമയത്തും നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഇപ്പോൾ പനി വന്നിട്ടുണ്ടെങ്കിലും ചുമ വന്നിട്ടുണ്ടെങ്കിലും പരമാവധി അതിൻ്റെ ഒരു എക്സ്ട്രീം ആവുന്ന വരെ നമ്മൾ വീഡിയോസുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചാലക്കുടി പെരുന്നാൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ആഘോഷം കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി എന്നുള്ള തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ, വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റിയിരിക്കുന്ന ഒരു ആഘോഷരാവായിരുന്നു കഴിഞ്ഞ 2-3 ദിവസം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് തിരക്കുകളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വൈകിപ്പോയത്. ഒരു ബിരിയാണിയും ഒരു ക്വാർട്ടറും 200 രൂപയിലാണ്ട് ഇത്രയും വലിയൊരു ഫാൻ പവറിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഉത്തരമില്ല എന്നുള്ളൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്. ഇന്നലെ വിജയ് ടീമിന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന വീഡിയോ, ഒരുപാട് പേര് കണ്ടേക്കുന്ന വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഒരു വട്ടം ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് നാഷണൽ സെൻസേഷൻ ആക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മാസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഇദ്ദേഹം എടുത്തേക്കുന്ന ഒരു ഫോട്ടോ നെയ്വേലിയിൽ വെച്ചായിരുന്നു എനിക്ക് തോന്നുന്നു. ആ സമയത്ത് അദ്ദേഹം എടുത്തേക്കുന്ന ഫോട്ടോ വേൾഡ് വൈഡ് തന്നെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ധാരണ ശരിയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റസ്റ്റ് റെക്കോർഡ് അടിച്ചേക്കുന്ന ട്വിറ്റർ പോസ്റ്റ് ആയിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സിമിലർ ആയിട്ടൊരു പോസ്റ്റ് ആയിരുന്നു ഇന്നലെ വന്നിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, 200 രൂപയും ഒരു ക്വാർട്ടറും കൊടുക്കാണ്ട് ഈ ഒരു രീതിക്ക് ഇത്രയും വലിയ ഫാൻ പവറിനെ കാണാനായിട്ട് വേറൊരു സ്റ്റാറിനെ കൊണ്ട് സാധിക്കും എന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പാടായിട്ടുള്ള ഒരു കാര്യമാണ്. ഷാരൂഖ് ഖാനൊക്കെ വലിയൊരു ഫാൻ പവർ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഫാൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അതൊരു വേറൊരു വൈബാണ്. കാരണം ഞാനത് കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട്, ഇവരൊക്കെ കുറേ പേജസുകളും മറ്റൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അറിയുന്ന ഒരു കാര്യമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാൻ ബേസ് ആണ് ഇദ്ദേഹത്തിനുള്ളത്. ഫാൻ പവർ വെച്ചിട്ട് മാത്രം ഒരു പാർട്ടിക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ ആശയത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടി വോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വിജയിക്കുമോ എന്നുള്ളൊരു കാര്യം തള്ളിക്കളയാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ മുമ്പ് വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. DMK എന്ന് പറയുന്നത് വളരെ വലിയ ഹിസ്റ്ററി ഉള്ള ഒരു പാർട്ടിയാണ്. ലീനേജ് എന്ന് പറയുന്നത് വളരെ വലിയ ലീനേജ് ഉള്ള ഒരു പാർട്ടിയാണ്. അത്രയും വലിയൊരു പാർട്ടി ഓൾറെഡി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴക വെற்றி കഴകം എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇന്നലെ വന്നേക്കുന്ന ഈ ക്രൗഡും ഇദ്ദേഹത്തിന്റെ ഫാൻ ബേസും ആൻഡ് ഇദ്ദേഹത്തിന് അവിടെയുള്ള ഒരു പബ്ലിസിറ്റി ആൻഡ് ഗുഡ് ഇമേജ് മറ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം വിജയിക്കില്ല എന്നുള്ളൊരു കാര്യം തള്ളിക്കളയാനായിട്ട് പറ്റില്ല. വാട്ട് ഇഫ് വിജയ് വിൻ ദിസ് ഇലക്ഷൻ? 2026 ഇലക്ഷൻ വിജയ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, വെற்றி അണിയാണെന്നുണ്ടെങ്കിൽ, വിജയുടെ വെற்றி കഴകം എന്ന് പറയുന്ന ഒരു പേര് പോലെ തന്നെ വെற்றி നേടാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണുള്ളത്. ഞാൻ ഇന്നലെ വാട്സപ്പിനകത്ത് കണ്ടിരുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. കണ്ടിരുന്ന സമയത്ത് ഒരു ട്രോൾ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് ഫാൻസുകാരുടെ വികാരം എന്ന് തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ കണ്ടിരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സംഭവം ഭയങ്കര കോമഡിയാണ്. അതായത് വിജയ് തോൽവി അണിഞ്ഞ് തിരിച്ചു വരണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് കുറച്ച് ഫാൻസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വർഷങ്ങളോളം ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്നേക്കുന്ന ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തിയേക്കുന്ന ഒരു ആക്ടറിന്റെ സിനിമ പെട്ടെന്ന് നിന്ന് പോകാന്ന് പറയുന്നത് കുറേ അധികം ആൾക്കാരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത, ആ ന്യൂസ് പോലും കേൾക്കുന്ന സമയത്ത് ഷോക്ക് അടിച്ചേക്കുന്ന ആൾക്കാർ ദേഷ്യമാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ ഷോക്കിംഗ് ന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴുണ്ടല്ലോ. സോ അത്രയും വലിയൊരു വൈബുള്ള, അത്രയും വലിയൊരു ഫാൻ പവർ ഉള്ള ഒരു ആക്ടർ സിനിമയിലോട്ട് തിരിച്ചു വരണം എന്നുള്ള കാര്യം തന്നെയാണ് കുറേ അധികം ഫാൻസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിനിമ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറെ ആൾക്കാർ പറയുന്നത് ഇദ്ദേഹത്തിന് പൊളിറ്റിക്സ് ചേരില്ല, പൊളിറ്റിക്സിൽ ഇദ്ദേഹം പൊട്ടിപ്പാളിസായി പോകുന്ന കാര്യങ്ങൾ പറയുന്നു. പക്ഷേ മുമ്പ് വന്നേക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ പാർട്ടി എന്ന് പറയുന്നത്, അൺരജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ വെറും ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ അവിടെ നേടിയേക്കുന്ന ഒരു വിജയം എന്ന് പറയുന്നത് വളരെ വലിയൊരു വിജയം തന്നെയാണ്. വാട്ട് ഇഫ് ഹി വിൻ ദിസ് 2026 ഇലക്ഷൻ? അദ്ദേഹം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാർട്ടി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും അതൊരു ചെറിയ കാര്യമായിട്ടല്ല, അതൊരു എന്റർടൈൻമെന്റ് ആയിട്ടല്ല പുള്ളി എടുത്തേക്കുന്ന ഒരു കാര്യമാണ്. അതായത് വളരെ സീരിയസ് ആയിട്ട് എടുത്തേക്കുന്ന ഒരു കാര്യം തന്നെയാണ് പൊളിറ്റിക്സ്. പണ്ട് മുതൽക്കേ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെയധികം പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് എന്ന് പറയുന്നത് വളരെ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പൊ പബ്ലിക്കിന്റെ ഇടയിലോട്ട് കയറുന്ന ഒരു മനുഷ്യനായിട്ട് മാറിയാണ്. അപ്പൊ സ്വയം തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, മോഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു ലീഡർ ആവാനായിട്ടുള്ള എല്ലാ ക്വാളിറ്റികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. സോ അത്രയധികം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിക്ക് ഇദ്ദേഹം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ സിനിമകൾക്ക് സംഭവിക്കുക എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൂട്ടർ പറയുന്നു ഇദ്ദേഹം സിനിമ എന്നേക്കുമായിട്ട് നിർത്തും എന്നുള്ളൊരു കാര്യം. കാരണം വിജയത്തിന്റെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സിനിമകൾ എന്നേക്കുമായിട്ട് നിർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ തന്നെ മറ്റൊരു കൂട്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
സിനിമ എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. വിജയ് സിനിമകൾ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അറ്റ്ലീസ്റ്റ് ലിയോ 2 പോലെയുള്ള ഇദ്ദേഹം കമ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ സിനിമകളും ഇവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇദ്ദേഹം പൊളിറ്റിക്സിലോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. 2026 ഇലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ 2024 ഇനി 2 വർഷം കൂടിയാണ് ബാക്കിയുള്ളൂ. 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ പാർട്ടി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെടും. അദ്ദേഹം വിജയിക്കോ ഇല്ലയോ എന്നൊരു കാര്യം ഡിക്ലെയർ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. സോ 2 വർഷത്തിനുള്ളിൽ ഇദ്ദേഹം ചെയ്യാൻ നിൽക്കുന്ന സിനിമകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്തിലൊരു സിനിമ വെച്ച് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് ചെയ്യുന്ന 1-2 സിനിമയാണ് മാക്സിമം ചെയ്യാറുള്ളൂ. 2 സിനിമയൊക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണ ഒരു വർഷം ഒരു സിനിമയാണ് അദ്ദേഹം ചെയ്തു പോകാറുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലപതി 69 ആയിരിക്കും ഇദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്ന സ്ട്രോങ് റൂമർ എന്ന് പറയുന്നത്. അതായത് തലപതി 69 എന്ന് പറയുന്നത് ഇപ്പോൾ വന്നേക്കുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ സിനിമ ചെയ്യാനായിട്ട് നിന്നിരുന്ന ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് കാർത്തിക് സുബ്രാജ് ആയിരുന്നു. കാർത്തിക് സുബ്രാജിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജിഗർ തണ്ട എന്ന് പറയുന്ന സിനിമയും പേട്ട എന്ന് പറയുന്ന സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാം അദ്ദേഹം ഏത് ലെവലാണെന്നൊരു കാര്യം. ലോകേഷ് കനകരാജ് എന്ന് പറയുന്നത് മാസാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്നത് മരണമാസാണ്. കാരണം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് മറ്റൊന്നും ബിൽഡ് ചെയ്യാത്ത കാരണം മാത്രം കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ളൊരു കാര്യമാണ് തോന്നിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഡയറക്ടറാണ് കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്നത്. സോ അത്രയും വലിയ ഡയറക്ടറിന്റെ ഒപ്പമായിരുന്നു ഇദ്ദേഹത്തിന്റെ തലപതി 69 എന്ന് പറയുന്ന സിനിമ കോംബോ ആയിട്ട് വരാൻ പോകുന്ന ഒരു കാര്യമായിരുന്നു മുമ്പ് വന്നിരുന്ന റൂമർ എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് റൂമർ വന്നു എച്ച് വിനോദിന്റെ കൂടെയാണ്, അതായത് തീരൻ അധികാരമുണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ചെയ്തേക്കുന്ന അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഇദ്ദേഹത്തിന്റെ സിനിമ ചെയ്യാൻ പോകുന്നത്. അതൊരു പൊളിറ്റിക്കൽ സിനിമയാണെന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് വന്നിരുന്ന സ്ട്രോങ് റൂമർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ പറയുന്നു വെട്രിമാറിന്റെ ഒപ്പമാണ് തലപതി 69 സംഭവിക്കാൻ പോകുന്നത്. കാരണം വെട്രിമാരൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പൊളിറ്റിക്സും സിനിമയുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ദി ആൻസർ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു വെട്രിമാരൻ എന്ന് വേണം പറയാനായിട്ട്. കാരണം ഒരു സിനിമ എന്നല്ല എല്ലാ സിനിമയും ഒരു പൊളിറ്റിക്സ് ആണ് വെട്രിമാരനെ സംബന്ധിച്ചിടത്തോളം. സോ അത്രയും വലിയ ഡയറക്ടറിന്റെ ഒപ്പമായിരിക്കും ഇദ്ദേഹത്തിന്റെ അവസാന സിനിമ വരാന്നുള്ളൊരു റൂമർ ആക്ച്വലി ഈ 3 പേരുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു സൈഡിലൂടെ പോകുന്നുണ്ട്. പക്ഷേ വാട്ട് ഇഫ് 2026 ഇലക്ഷൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തലപതി 69 എന്ന് പറയുന്ന സിനിമ ഓൾറെഡി അദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത് പോയാൽ പോലും അതിനുശേഷം വരാൻ പോകുന്ന ലിയോ 2 പോലുള്ള സിനിമകളാണെന്നുണ്ടെങ്കിലും ഇനി ഒരുപാട് നല്ലൊരു കരിയറിന്റെ ഫേസ് ആണ് ഇതിന് നിൽക്കുന്നത്. കാരണം വലിയൊരു കരിയർ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 4000 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആക്ടറാണ്. സോ കരിയറിന് ഇത്രയും പീക്കി നിൽക്കുന്ന സമയത്ത് 2026 ശേഷം അദ്ദേഹം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നീട് സിനിമയിലോട്ട് ഉണ്ടാവുമെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം സിനിമയിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പൊളിറ്റിക്സിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വരില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കൂട്ടർ ആൾക്കാർ പറയുന്നു ഇദ്ദേഹം എന്തായാലും സിനിമയിലോട്ട് തിരിച്ചു വരും. അത് 2 രീതിക്കാണ് പറയുന്നത്. ഒന്ന്, പൊളിറ്റിക്സിൽ വിജയിച്ചാൽ പോലും ഇദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്സുകൾ ചെയ്തതിനു ശേഷം മാത്രമേ ഇദ്ദേഹം പൊളിറ്റിക്സിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷെ അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം വിജയ് തന്നെ വളരെയധികം ഒഫീഷ്യലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കളിയല്ല, അത് വളരെ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഉത്തരവാദിത്തമാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്സിൽ വിജയിച്ചതിന് ശേഷം ഇദ്ദേഹം സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സിനിമയോടും പൊളിറ്റിക്സിനോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം രണ്ടും വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ്. സോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് സിനിമയിലോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് അങ്ങനെ ചരിത്രം തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമയിലോട്ട് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. പക്ഷേ മറ്റൊരു കൂട്ടർ ആൾക്കാർ പറയുന്നു ഇദ്ദേഹം പൊളിറ്റിക്സിൽ വിജയിക്കില്ല. അതായത് വിജയ് ഫാൻസിനെ കുറേ അധികം ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്സിനകത്ത് വിജയ് വിജയിക്കില്ല, 2032 മാത്രമാണ് വിജയ് വിജയിക്കുള്ളൂ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സിനിമയിലോട്ട് തിരിച്ചു വരുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറയുന്ന ഒരുപാടധികം സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. വിജയുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്, വിജയുടെ വലിയൊരു ആഗ്രഹമാണ് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങാന്നുള്ളൊരു കാര്യം പറയുന്നത്. അദ്ദേഹം വിജയിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയ സ്ട്രോങ് ഫാൻ ബേസ് അദ്ദേഹത്തിനുണ്ട്. ഈ വന്നേക്കുന്ന കൂട്ടം എന്ന് പറയുന്നത് അദ്ദേഹം വിളിച്ചു വരുത്തിക്കുന്ന ഒരു കൂട്ടമല്ല, താന ചെയ്യുന്ന കൂട്ടമാണ്. അതായത് താന വന്നേക്കുന്ന ഒരു കൂട്ടമാണ്. സോ അത്രയധികം ഇഷ്ടമുള്ള ഒരു വലിയൊരു കൂട്ടമുള്ള സമയത്ത് അദ്ദേഹം തോൽവി അണിയുമെന്നുള്ളൊരു കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വലിയൊരു പാർട്ടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിജയിക്കും എന്നുള്ളൊരു കാര്യം പോലും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയൊരു സംഭവം തന്നെയായിരിക്കും 2026 ഇലക്ഷൻ എന്ന് പറയുന്നത്. എനിവേസ് അദ്ദേഹം പൊളിറ്റിക്സിലോട്ട് കയറാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പൊളിറ്റിക്സിൽ അദ്ദേഹം വിജയിക്കുമോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വിജയ് ഫാൻസിന്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പൊളിറ്റിക്സിലോട്ട് പോകണോ പോകണ്ടയോ, സിനിമയിലോട്ട് നിൽക്കണോ? വിജയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ വിജയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കണോ അതോ ഫാൻസുകാരുടെ ആഗ്രഹം പോലെ സിനിമയിൽ തന്നെ അദ്ദേഹം തുടരണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അനുസരിച്ചുക. തൊട്ടുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബൈ.